4 UTUC, ഈ 4 സംഘടനകളെയാണ്. ഈ 4 സംഘടനകൾ കൂടാതെ കേരള ഗവൺമെൻറ്റിൻ്റെ 2 സെക്രട്ടറിമാർ, ഒന്ന് ഫിനാൻസിൻ്റെയും വ്യവസായത്തിൻ്റെയും 2 സെക്രട്ടറിമാർ, പിന്നീട് പൊളിറ്റിക്കൽ നോമിനീസായി വരുന്ന 2-3 ആളുകൾ അടങ്ങുന്നതാണ് ഈ ബോർഡ്. അപ്പോൾ ആ സ്ഥാപനത്തിലെ ഏത് തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനത്തിന് പൂർണ്ണമായി അധികാരമുള്ളത് ഈ ഡയറക്ടർ ബോർഡിനാണ്. ഡയറക്ടർ ബോർഡ് ഞാനിരുന്ന ചെയർമാനായിരുന്ന സമയത്ത് ഒരു ഇൻസ്റ്റൻസ് പോലും ഇല്ലാതെ പൂർണ്ണമായും യുനാനിമസ് ഡിസിഷൻ എടുത്തിട്ടുള്ളൂ. ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം ഏത് സമയത്തായാലും ഒരു ചെയർമാനിലോ മാനേജിംഗ് ഡയറക്ടറിലോ നിക്ഷിപ്തമാകുന്നതല്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഗവൺമെന്റ് നിശ്ചയിച്ച് നിയമിക്കുന്ന ഒരു ഡയറക്ടർ ബോർഡ്, ആ ഡയറക്ടർ ബോർഡിൽ ഗവൺമെന്റ് തന്നെ പ്രധാനപ്പെട്ട 2 ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ എന്താണ് ഈ പരാതിക്ക് കാരണം? 2008 ഈ സ്ഥാപനത്തിൽ ചില കോൺട്രാക്ടർമാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് കരാർ ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നാണ് അന്നത്തെ ഉത്തരവാദികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കരാർ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഈ സ്ഥാപനം. അവിടെ തുടങ്ങിയ ചെറിയ ചെറിയ തർക്കങ്ങൾ വന്ന് ആ സ്ഥാപനത്തിനെതിരെ പരാതികൾ അയക്കാൻ തുടങ്ങുന്നു. കൊല്ലത്ത് ഞാൻ ഇന്നുവരെ ഇത്രയും വിശദമായിട്ട് പറയേണ്ടി വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. കൊല്ലത്ത് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഒരു കമ്പനി, അതിന് കാഞ്ഞങ്ങാട് കമ്പനി എന്നാണ് പറയുന്നത്. ആ കമ്പനിയിൽ നിലവിൽ അന്ന് INTUCയും CITയും AITUCയും UTUCയും ഉണ്ട്. അതിന് ബദലായി പെറ്റീഷൻ കൊടുത്ത അദ്ദേഹം അവിടെ ചെന്നൊരു പുതിയ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മാനേജർ അതിനോട് പറഞ്ഞു, ഈ യൂണിയൻ ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് എന്തായാലും മാനേജരുമായിട്ട് കുന്തും തള്ളും സംഘർഷമുണ്ടായി. ഒരു ഭാഗം അത്. അപ്പോൾ നിലവിലുള്ള 4 സംഘടനകൾ പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് നിയമിച്ച ഡയറക്ടർ ബോർഡിന് ബദലായി ഒരു യൂണിയൻ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിന് നമുക്ക് ആ സ്ഥാപനത്തിൽ ആരിരുന്നാലും, ഞാൻ മാത്രമല്ല ആരിരുന്നാലും അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് കൂടാതൊരു സാഹചര്യം വന്നത് എന്നെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ INTUC എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുന്ന നടപടികളാണ് എല്ലാ സംസ്ഥാനത്തും നടപ്പാകുന്നത്. ഞാൻ അതിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആ സംഘടനയ്ക്ക് ഓരോ സംസ്ഥാനത്തുമുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ സംസ്ഥാനത്തെ കമ്മിറ്റികളെ നീക്കം ചെയ്യാനോ പുതിയ കമ്മിറ്റി വെക്കാനുള്ള അധികാരം INTUCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. കൊല്ലത്തുകാരനായിരുന്ന ശ്രീ K. സുരേഷ് ബാബു 1994 മുതൽ 2007 വരെ INTUCയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിനെ കേന്ദ്ര വെരിഫിക്കേഷനിൽ കേരളത്തിലെ INTUC സമ്പൂർണ്ണമായി പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ ദേശീയ INTUC പ്രസിഡന്റ് നീക്കം ചെയ്യുകയും ആ കമ്മിറ്റി പിരിച്ചുവിടുകയും ഞാൻ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്ര കമ്മിറ്റി നിയമിക്കുകയും ചെയ്തു. അത് 2007 നവംബർ 22-നാണ്. അപ്പൊ സ്വാഭാവികമായും ഈ പരാതി കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു നേതാവായി കണ്ടുകൊണ്ടിരുന്ന സുരേഷ് ബാബുവിനെ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പരാതി കൊടുക്കുന്ന അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും.
ചുരുക്കം പറയാൻ 2008 മുതൽ അദ്ദേഹം ആരംഭിക്കുന്ന പരാതികൾ, ആ പരാതികൾ ഇവിടെ അന്നത്തെ ഗവൺമെന്റിൽ ഇരുന്ന ചില ആളുകൾ വളരെ സ്വാഗതം ചെയ്യുകയും ആ പരാതികളെല്ലാം സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള സാമ്പത്തിക പരിശോധനാ വിഭാഗത്തിന്, ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ് എന്ന് പറയും, അവരെ ഏൽപ്പിക്കുകയും അങ്ങനെ പെട്ടെന്ന് പരാതി കൊടുക്കുന്നു. പിറ്റേ ദിവസം തന്നെ ഈ ഇൻസ്പെക്ഷൻ വിങ് തിരുവനന്തപുരത്ത് നിന്ന് പെട്ടെന്ന് കൊല്ലത്ത് പോകുന്നു, ഇൻസ്പെക്ഷൻ നടത്തുന്നു. അങ്ങനെ 4-5 റിപ്പോർട്ടുകൾ വ്യാജമായി ഉണ്ടാക്കുകയാണ്. വ്യാജം മീൻസ് തന്നിഷ്ടപ്രകാരം റിപ്പോർട്ട് ഉണ്ടാക്കുന്നു അന്നത്തെ ഫിനാൻസ്. ഈ 4-5 റിപ്പോർട്ടുമായി നേരെ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ചെല്ലുകയാണ്. കേരള ഹൈക്കോടതി ഈ പെറ്റീഷനെല്ലാം കണ്ട് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിന്റെ പരാതികളാണല്ലോ, അപ്പം അന്ന് ഞാൻ പിക്ചറിലേ വന്നിട്ടില്ലാത്ത സമയമാണ്. ആ പരാതികളെല്ലാം വെച്ചുകൊണ്ട് ഒരു 2 വർഷത്തോളം എടുത്ത ഈ പ്രോസസ്സിൽ കേരള ഹൈക്കോടതി ഒരു ഹൈ പവർ കമ്മിറ്റിയെ നിയോഗിച്ച് പരിശോധിക്കാൻ പറഞ്ഞു, ഉന്നതാധികാര സമിതിയെ. ആ ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായി വന്നത് അന്നത്തെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ PH കുര്യൻ IAS ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം വന്ന 2 മെമ്പർമാർ, ഹൈക്കോടതി നിയമിച്ച 2 മെമ്പർമാർ, ഒന്ന് കേരള ഗവൺമെന്റിന്റെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മൂന്നാമത്തെ ആള് കശുവണ്ടി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഉന്നതനായ മുതിർന്ന ഒരാള് എന്ന് പറഞ്ഞാൽ വിദഗ്ധനായ ഒരാള്, സാമ്പത്തിക വിദഗ്ധനായ ഒരാള്, ഈ കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ PH കുര്യൻ. ഈ കമ്മിറ്റി പരിശോധിക്കുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിന്റെ പരാതികളാണ് 4-5 കണ്ടതുകൊണ്ട് അന്നത്തെ ഫിനാൻസിന്റെ സെക്രട്ടറിയോട്, പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഈ കമ്മിറ്റിക്ക് ആവശ്യമുള്ള റെക്കോർഡുകൾ കൊടുക്കാനും അത് വേണ്ട സഹായം ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാനും പറഞ്ഞു. ഇതാണ് അന്നത്തെ കോടതി തീരുമാനം. സ്വാഭാവികമായിട്ടും 10 വർഷത്തേക്കുള്ള പരിശോധനകളാണ്. 10 വർഷമുള്ള പരിശോധന 1-1.5-2 മാസം കൊണ്ട് തീർക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഫിനാൻസിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ PH കുര്യനെ വിളിച്ച് പറഞ്ഞു, എന്തായി കുര്യ റിപ്പോർട്ട്? അതൊന്നും ആയില്ല സാർ, നോക്കിക്കൊണ്ടിരിക്കുക, അത് പെട്ടെന്ന് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഞാനിത് നിങ്ങളുടെ പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് അപ്പൊ കുര്യൻ പറഞ്ഞു, PH കുര്യൻ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല സാർ, ഹൈക്കോടതി ഉത്തരവാണ്, അത് വളരെ എലാബറേറ്റ് ആയിട്ട് പരിശോധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫിനാൻസിന്റെ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് സ്വന്തമായി തന്നെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഇതൊരു അന്തർദേശീയ കൊള്ളയാണെന്നും അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കി ഇത് ഇന്റർപോൾ പരിശോധിക്കേണ്ടതാണെന്നും ഇന്ത്യയിലെ CBI എങ്കിലും പരിശോധിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് ഉണ്ടാക്കി അന്ന് കോടതിയെ സമീപിച്ചതായിട്ടാണ് നമുക്കുള്ള വിവരം. എൻ്റെ ഈ പകർപ്പില്ലാത്തതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. എന്തായാലും എൻ്റെ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ, എൻ്റെ കേസ് വന്നതിന് ശേഷമുള്ള എൻ്റെ വക്കീല്, ഞാൻ എൻഗേജ് ചെയ്ത അഡ്വക്കേറ്റ് ദേവൻ രാമേന്ദ്രനായിരുന്നു. അദ്ദേഹം ആർഗ്യൂ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ദേവൻ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇതൊരു അന്വേഷണം വേണമെന്നല്ല പറയുന്നുള്ളൂ, വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? അങ്ങനെ അപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.